Alhamdulillah. Alhamdulillahi Rabbil Alameen. Nahmaduhu wa nasta'inuhu wa nu'minu bihi wa natawakkalu alayhi. Wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. Man yahdihillahu fala mudilla lahu wa man yudlil fala hadiya lahu. Wa ashhadu an la ilaha illallah wahdahu la sharika lahu. Wa ashhadu anna Muhammadan abduhu wa rasuluhu. أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل أمور محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ടുകൊണ്ട് അവൻ്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. അത്തരത്തിൽ അള്ളാഹുവിനെ ഭയപ്പെടുന്ന മുത്തഖീങ്ങളിലും മുഖ്ലിസീങ്ങളിലും അള്ളാഹു നമ്മളെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അറബി ഹിജ്രി കലണ്ടർ പ്രകാരം നമ്മൾ പുതിയൊരു വർഷത്തേക്ക് കടക്കുകയും മുഹറം മാസത്തിൽ അള്ളാഹു പരിപാവനമാക്കിയ ഒരു മാസത്തിൽ നമ്മൾ നിലകൊള്ളുകയും ചെയ്യുകയാണ്. ഹിജ്റ വർഷം 1448 നമ്മൾ കടന്നിരിക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ ഹിജ്റയെ പറ്റിയുള്ള പല പാഠങ്ങളും നമ്മൾ പലപ്പോഴായും കേൾക്കാറുണ്ട്. അതിൽ ഒരുപാട് വശങ്ങൾ നമുക്ക് സൂചിപ്പിക്കാൻ ഉണ്ട്, നമ്മൾ പഠിക്കാനുണ്ട്. പക്ഷെ അതിലൊരു വിഭാഗത്തെ, ഒരു വശത്തെയാണ് ഞാൻ നിങ്ങളോട് ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒരു വശം എന്ന് പറഞ്ഞാൽ ഒരു വിഭാഗത്തെ പറ്റിയാണ്. ഹിജ്റയിൽ ഏറ്റവും പ്രസക്തമായ, ഏറ്റവും ശ്രേഷ്ഠത അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ, ഏറ്റവും ഉന്നതമായ ശ്രേണി നൽകിയിട്ടുള്ളത് മുഹാജിറുകൾക്കാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. സ്വന്തം നാട് വിട്ട് സ്വന്തം ജോലിയും കുടുംബവും ബന്ധങ്ങളും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി ഉപേക്ഷിച്ച്, മതവും കൊണ്ട് മതജീവിതം പ്രതീക്ഷിച്ച് അത് ജീവിക്കാനുള്ള അവകാശമില്ലാതെയായപ്പോൾ ഏറ്റവും മുന്തിയത് പരലോകത്തെ രക്ഷയാണ്, മതമാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പോയ മുഹാജിറുകളെക്കാൾ വലിയ ത്യാഗം സഹിച്ച ആരുമില്ല എന്നതിൽ സംശയമൊന്നുമില്ല. പക്ഷെ ഞാൻ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് മുഹാജിറുകളെ പറ്റിയല്ല, അൻസാരികളെ പറ്റിയാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. കാരണം അൻസാരികളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഈ കാലഘട്ടത്തിൽ വളരെ പ്രസക്തി ഏറി വരുന്ന ഒരു വിഭാഗമാണവർ. അൻസാരികൾ എന്ന് പറയുന്ന സ്വഹാബികൾ, അവർ ഇന്ന് നമ്മൾ കൂടുതൽ പഠിക്കേണ്ട ഒരു വിഭാഗമാണ്. കാരണം ജനസംഖ്യ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നതിനനുസരിച്ച് ലോകത്ത് വന്നുകൊണ്ടിരിക്കുന്നത് പ്രതിഭാസമാണ്. സ്വന്തം നാട്ടിൽ ഒരുപാട് ആളുകൾ ഉണ്ടാകുമ്പോൾ, സ്വന്തം നാട്ടിൽ വിഭവങ്ങൾക്കനുസരിച്ച് അതിനേക്കാൾ അധികം ആളുകളുണ്ട് എന്ന് തെറ്റിദ്ധരിക്കുമ്പോൾ, അത് ശരിയല്ല, പക്ഷെ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകുമ്പോൾ, ഒരുപാട് ആളുകളുണ്ട്, എനിക്ക് ജോലി കിട്ടുന്നില്ല, ഒരുപാട് മനുഷ്യന്മാരുണ്ട്, എനിക്ക് ഞാൻ പ്രതീക്ഷിച്ച സാമ്പത്തിക സ്ഥിതി ലഭിക്കുന്നില്ല, ഒരുപാട് മനുഷ്യന്മാരുണ്ട്, എനിക്ക് ഞാൻ ജീവിച്ചതുപോലെയുള്ള ശൈലിയിലും സംസ്കാരത്തിലും സ്വാതന്ത്ര്യത്തിലും ജീവിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ തോന്നുമ്പോൾ ആളുകൾ ഏതെങ്കിലും ഒരു വിഭാഗത്തെ അതിൻ്റെ കാരണമായി കൊണ്ട് പ്രതിഷ്ഠിക്കുന്ന ഒരു പ്രതിഭാസം ഇന്ന് നമ്മുടെ നാട്ടിലൊക്കെ അധികരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ജനസംഖ്യയുടെ ആധിക്യത്തിൻ്റെ പ്രതിഫലനത്തിൽ ഒന്നായിക്കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും. ലോകമെമ്പാടും മഹാത്മാഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്, ഒരു രാഷ്ട്രത്തെ നിങ്ങൾക്ക് അളക്കണമെങ്കിൽ, അവിടുത്തെ ആളുകളെ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ അവിടുത്തെ ന്യൂനപക്ഷങ്ങൾ, അവിടുത്തെ ദുർബലരായ മനുഷ്യന്മാർ, അവരെ എങ്ങനെയാണ് ആ രാഷ്ട്രത്തിലെ ഭൂരിഭാഗം കൈകാര്യം ചെയ്യുന്നത് എന്ന് നോക്കിയാൽ മതി.
മനുഷ്യന്മാരുടെ മനസ്സ് ലോകത്തേത് സമൂഹത്തിലും എങ്ങനെയാണ് എന്ന് തിരിച്ചറിയാൻ അവിടെ ഏറ്റവും ചുരുങ്ങിയ ഒരു കക്ഷി ഉണ്ടാകും, ഏറ്റവും ദുർബലരായ കക്ഷികളുണ്ടാകും, അധികാരവും പവറൊന്നും അധികമില്ലാത്ത മനുഷ്യന്മാരുണ്ടാകും. അവരെ എങ്ങനെയാണ് യഥാർത്ഥത്തിൽ അവിടുത്തെ ഭൂരിപക്ഷം, അവിടുത്തെ അധികാരവർഗം കൈകാര്യം ചെയ്യുന്നതെന്ന് നോക്കിയാൽ ആ സമൂഹം എത്രത്തോളം നല്ലതാണ് എന്ന്, ഉന്നതരാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം എന്ന് പറഞ്ഞെടുത്ത് അൻസാരികളുടെ പ്രസക്തി അധികരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പം നിങ്ങൾ നോക്കി, ലോകത്തിൽ ഇന്ത്യ ഉൾപ്പെടെ പാശ്ചാത്യ രാജ്യങ്ങൾ എല്ലായിടത്തും പ്രശ്നങ്ങൾ ഇമിഗ്രേഷൻ പ്രശ്നങ്ങളാണ്. വേറെ രാജ്യത്ത് നിന്ന് വന്ന ആളുകൾ അവരെ കൈകാര്യം ചെയ്യാനുള്ള ഇടപാടുകളിലും നിയമങ്ങളിലുമൊക്കെ കാർക്കശ്യം വരാണ്, പാരുഷ്യം വരാണ്, ക്രൂരത വന്നുകൊണ്ടിരിക്കുകയാണ്. ഇമിഗ്രൻസ് എന്ന് പറയുന്ന ഒരു വിഭാഗത്തെ എങ്ങനെയാണ് ഒരു രാജ്യം കൈകാര്യം ചെയ്യുന്നതെന്ന് നോക്കിയാൽ ഒരു സമൂഹം ആ സമൂഹത്തിലേക്ക് ഓടി ജീവനും ധനവും എല്ലാം വേണ്ടി അത് സംരക്ഷിക്കാൻ വേണ്ടി ഓടി വന്ന, കുടുംബമായി ജീവിക്കാനുള്ള അവകാശം, ഇതിനൊക്കെ വേണ്ടി ഓടി വന്ന മനുഷ്യന്മാരുണ്ടല്ലോ, അവരെ എങ്ങനെയാണ് ഓരോ രാഷ്ട്രങ്ങളും നോക്കുന്നത്, ഓരോ സമൂഹവും സംരക്ഷിക്കുന്നതെന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ആ രാഷ്ട്രത്തിലെ സമൂഹത്തിൻ്റെ മനസ്സെന്താണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുമെന്നുള്ളതാണ്. ഇപ്പോൾ ലോകത്തെ ഏറ്റവും വലിയ സാംസ്കാരിക അധിപതിമാർ എന്ന് അറിയപ്പെടുന്ന യൂറോപ്യന്മാരെ നമ്മൾ എടുക്കുക, UK-യും അമേരിക്കയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇന്ന് വലിയ ആക്രോശങ്ങൾ, ബോർഡുകൾ വെച്ചുകൊണ്ട് അവിടെ വരുന്ന മിഡിൽ ഈസ്റ്റിലെ ആളുകൾ, കറുത്ത വർഗക്കാർ, യൂറോപ്പിൽ ആഫ്രിക്കയിൽ നിന്ന് വരുന്ന മനുഷ്യന്മാർ, ഇന്ത്യയിൽ നിന്ന് വരുന്ന ആളുകൾ, ജോലിക്ക് വേണ്ടി, രക്ഷയ്ക്ക് വേണ്ടി അഭയാർത്ഥികളായി കൊണ്ടുവരുന്നവരോട് ഗോ ബാക്ക്, നിങ്ങൾ തിരിച്ചു പോകൂ, നിങ്ങളെ ഈ രാജ്യത്തിന് ആവശ്യമില്ല, എവിടെയാണ് നിങ്ങൾ വന്നത് അവിടേക്ക് തന്നെ മടങ്ങിപ്പോകൂ എന്ന് പറഞ്ഞ് തിരസ്കരിക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറിപ്പോകാൻ. അമേരിക്കയിലെ ഐസ് എന്ന് പറയുന്ന സംഘടന, ഗവൺമെൻറ്റിൻ്റെ സംഘടന തന്നെ ഇല്ലാത്തത് കാരണങ്ങൾ പറഞ്ഞ് നിയമപരമായി അവരുടെ രാഷ്ട്രത്തിലേക്ക് വന്നവരെ പോലും ആട്ടി അകറ്റിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഇന്ത്യയിൽ മുസ്ലിങ്ങൾ തന്നെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളും നമ്മളെ ഉപ്പയും നമ്മളുടെ ഉപ്പാപ്പയും ഒക്കെ ഇവിടെ ജനിച്ചതാണെന്ന് നമുക്കറിയാം. പക്ഷേ നമ്മൾ എവിടെ നിന്നോ വന്നതാണ് എന്നുള്ള രൂപത്തിലാണ് നമ്മളോട് പെരുമാറിക്കൊണ്ടിരിക്കുന്നത് ചില ആളുകൾ അങ്ങനെയാണ് നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. തിരിച്ചു പോകണം, നിങ്ങൾ വന്നയിടത്തേക്ക്, ഒരുപാട് രാഷ്ട്രങ്ങളുണ്ടല്ലോ, അങ്ങോട്ട് പോക് എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ആ രാഷ്ട്രവുമായി യാതൊരു ബന്ധവുമില്ല, അത് നമുക്കറിയാം, സമൂഹത്തിനെ അറിയാം. പക്ഷേ വിദേശികളാണെന്ന് തോന്നുന്ന, വിദേശ സംസ്കാരം വെച്ച് പുലർത്തുന്നവരാണ് ആ ഒരു വിദേശവുമായി ബന്ധമുള്ളവരെയൊക്കെ തിരസ്കരിക്കുന്ന രൂപത്തിലേക്ക് ജനങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ജോലിയില്ലെങ്കിൽ അതിന് കാരണം ഈ ന്യൂനപക്ഷം, ജോലിയില്ലെങ്കിൽ ഇതുവരെ ഉണ്ടായിരുന്ന സാമ്പത്തിക സ്ഥിതി കൈവരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതിന് കാരണം ഇമിഗ്രൻസ്, ഈ നാട്ടിലേക്ക് വന്നവർ, വേറെ നാട്ടിൽ നിന്ന് വന്നവർ, അവരാണ് ഈ രാജ്യത്തെ, ഈ നാട്ടിലെ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം. അവരാണ് ഇവിടെ ക്രൈമുകൾ ഉണ്ടാക്കുന്നത്, ഇവിടുത്തെ കുറ്റകൃത്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിലേറ്റവും വലിയത് ഇവരാണ് എന്നൊക്കെ കുറ്റം ചുമത്തുക. കണക്കുകളോ അതുപോലെ തന്നെ എന്തെങ്കിലും സത്യങ്ങളോ ഫാക്സോ ഇതിനൊന്നുമില്ല. പക്ഷെ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്തേ കാരണം? മനസ്സിൻ്റെ സങ്കുചിതത്വമാണ്. മനസ്സിൻ്റെ സങ്കുചിതത്വം ഈ ലോകത്തെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അൻസാരികളുടെ മാതൃക നമ്മൾക്ക് വളരെ പ്രസക്തമാവുകയാണ്. ഇപ്പോൾ നമ്മളുടെ ഒരു വിഭാഗത്തിൻ്റെ മക്കൾ അവർ കൃത്യമായി കുടുംബത്തെ അനുസരിക്കുന്നില്ല, അവരുടെ മതമനുസരിച്ച് ജീവിക്കുന്നില്ല, അവർ മയക്കുമരുന്നുകളിലേക്കും ആത്മഹത്യയിലേക്കും പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനും കാരണം ഇവിടുത്തെ ന്യൂനപക്ഷമായ മുസ്ലിങ്ങളാണ് എന്നാണ് പറയുന്നത്. നാർക്കോട്ടിക് ജിഹാദ് എന്നൊക്കെ പറഞ്ഞ് പ്രയോഗങ്ങൾ. എന്തേ കാരണം? മയക്കുമരുന്ന് കൊടുത്ത് മറ്റൊരു സമൂഹത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മുസ്ലിങ്ങൾ എന്നാണ് പറയുന്നത്. മയക്കുമരുന്ന് ഇതുവരെ കണ്ടിട്ടില്ലാത്ത, എങ്ങനെയാണത് എന്ന് ഇതുവരെ ആസ്വദിച്ചിട്ടില്ലാത്ത ഭൂരിഭാഗം മുസ്ലിങ്ങൾ അവരുടെ മേൽ സ്വന്തം മക്കൾ വഴിപിഴക്കുന്നതിൻ്റെ കാരണം അടിച്ചേൽപ്പിക്കുന്നത് എന്താണ്? ഈ സങ്കുചിതത്വമാണ്. ഞങ്ങൾക്കിവിടെ സുഖമായി ജീവിക്കണം, അതിന് നിങ്ങളാണ് കാരണം, അതിന് വിഘാതമായി നിൽക്കുന്നവർ നിങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. യുവാക്കൾ കല്യാണം കഴിക്കുന്നില്ല, ഒരുപാട് കുടുംബങ്ങൾ അറ്റുപോകാണ്, ജനസംഖ്യ കുറഞ്ഞു പോകാണ് എന്ന ആശങ്ക. എന്നിട്ട് അതിന് കാരണം എന്താ? മുസ്ലിങ്ങൾ കുടുംബമായി ജീവിക്കുന്നു, കല്യാണം കഴിക്കുന്നു, മക്കളുണ്ടാകുന്നു, അതാണ് അതിന് കാരണം എന്ന് ആരോപിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാം ഈ ന്യൂനപക്ഷങ്ങളുടെ തലയിൽ കെട്ടിവെക്കുന്ന അവസ്ഥ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് അമ്പിയാക്കളും അനുഭവിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ എടുത്തു നോക്കിയാൽ എമ്പാടും നമ്മൾ കാണാൻ സാധിക്കും. അമ്പിയാക്കൾ വന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഭൂരിപക്ഷം വരുന്ന ആളുകൾ എന്താ പറഞ്ഞ? ഇന്നാ തത്വയ്യർനാബിക്കും ലഇല്ലം തൻതഹു ലനർജുമന്നക്കും. ഇന്നാ തത്വയ്യർനാബിക്കും, ഞങ്ങളുടെ എല്ലാ ശകുനത്തിനും കാരണം, എല്ലാ പ്രശ്നങ്ങൾക്ക് കാരണം നിങ്ങളാണ്. നിങ്ങൾ വന്നേ പിന്നെയാണ് ഇതൊക്കെ സംഭവിച്ചത്. നിങ്ങൾ വന്നതിന് പിന്നെയാണ് ഞങ്ങളുടെ സമൂഹം നശിച്ചത്. ഞങ്ങൾക്ക് എല്ലാ ശകുനവും ഉണ്ടാവാൻ കാരണം നിങ്ങളാണ്.
ലഇല്ലം തൻതഹു ലനർജുമന്നക്കും, നിങ്ങൾ അവസാനിപ്പിച്ചില്ലെങ്കിൽ, നിങ്ങൾ ഇവിടുന്ന് പോയില്ലെങ്കിൽ ഞങ്ങൾ കല്ലെറിഞ്ഞ് ഓടിപ്പിക്കും. ഇത് ഏത് സമൂഹത്തിലും എല്ലാ ചരിത്രത്തിലും നീണ്ട ചരിത്രം നമുക്കിതിൽ കാണാൻ സാധിക്കും. അപ്പം അമ്പിയാക്കൾ എന്താ പറഞ്ഞത്? കാലു ത്വാഇറുക്കും മഅക്കും, ഞങ്ങളല്ല നിങ്ങളുടെ ശകുനം. നിങ്ങൾക്ക് എന്തെങ്കിലും അശുഭമായ കാര്യങ്ങൾ നിങ്ങളുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളിൽ നിന്ന് തന്നെയാണ്. നിങ്ങളുടെ ആദർശം കാരണം, നിങ്ങളുടെ പെരുമാറ്റം കാരണം, നിങ്ങളുടെ സംസ്കാരത്തിൻ്റെ പ്രശ്നം കാരണം, അല്ലാതെ ഞങ്ങളല്ല ഇത് വരുത്തി വെക്കുന്നത്. ബൽ അൻതും ഖൗമും മുസ്രിഫൂൻ, അതിരുവിട്ട ജീവിതം നയിക്കുന്ന മനുഷ്യന്മാർക്കാണ് ഇത് ഉണ്ടാകുക. ഇപ്പോൾ അമേരിക്കയിലേക്കും യൂറോപ്പിലേക്കൊക്കെ പോകുന്ന ആളുകൾ അവർ സ്വന്തം നാട് വിട്ട് ജീവിക്കാൻ വേണ്ടി പോകുന്നത് എന്തുകൊണ്ടാണ്? അമേരിക്കയും യൂറോപ്പും അവരുടെ രാജ്യത്ത് വന്ന് ബോംബിട്ടതുകൊണ്ടാണ്. അവിടെ തീവ്രവാദവും ഭീകരവാദവും നടത്തി അവിടുത്തെ ആളുകൾ ജീവനും കൊണ്ട് ഓടാണ്. ആ സമയത്ത് ഞങ്ങളുടെ നാട്ടിലേക്ക് വരണ്ട, നിങ്ങളുടെ നാട്ടിലേക്ക് തന്നെ പോകൂ, എന്തിന് ഞങ്ങളുടെ നാട്ടിൽ വരണം എന്ന് ചോദിക്കുകയാണ്. അപ്പം ഈ ഒരു അവസ്ഥ അധികരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ ഖുർആൻ അൻസാരികളെ പറ്റി പറയാണ്, മിൻ ഖബ്ലിഹിം യുഹിബ്ബൂന മൻ ഹാജറ ഇലൈഹിം. ഒരു സമൂഹമുണ്ട്, ആ സമൂഹത്തിൻ്റെ പ്രത്യേകത എന്താണ്? അവര് വേറൊരു നാട്ടിൽ നിന്ന് മതത്തിന് വേണ്ടി, അള്ളാഹ്ക്ക് വേണ്ടി, ഈമാനിന് വേണ്ടി ഓടി വന്നപ്പോൾ യുഹിബ്ബൂന മൻ ഹാജറ ഇലൈഹിം, അവരെ സ്വീകരിച്ചു എന്ന് മാത്രമല്ല, ആ ഇമിഗ്രൻസുകളെ സ്വീകരിച്ച് അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തു എന്ന് മാത്രമല്ല, യുഹിബ്ബൂന മൻ ഹാജറ ഇലൈഹിം, അവരുടെ നാട്ടിലേക്ക് വന്ന മനുഷ്യന്മാരെ സ്നേഹിക്കാൻ കഴിയുക, ആ ഇമിഗ്രൻസുകളെ സ്നേഹിക്കാൻ കഴിയുക. നമുക്ക് കഴിയുമോ അങ്ങനെ? നമ്മളെ മനസ്സിൽ അങ്ങനെ ഒരു സ്നേഹം കടന്നു വരുമോ? അന്യരായ ആളുകൾ നമ്മളുടെ നാട്ടിലേക്ക് വരുമ്പോൾ, അവർ ജീവിക്കാൻ വരുമ്പോൾ, ജോലി ചെയ്യാൻ വരുമ്പോൾ, അവരുടെ കുടുംബമായിട്ട് വരുമ്പോൾ അവരെ എന്തോ ഒരു കണ്ണോടുകൂടി നമ്മൾ കാണാണ്, സംശയത്തോടു കൂടി കാണാണ്. അവരോടുള്ള പെരുമാറ്റവും അവരോടുള്ള നമ്മളുടെ നിലപാടുകളൊക്കെ മോശമായി വരാണ്. അൻസാരികൾ ഒരു കലാപം പോലും മദീനയിൽ ഉണ്ടായിട്ടില്ല. മുഹാജിറുകളുടെ പ്രശ്നം കാരണത്താൽ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട ജോലികൾ ഒരു കണക്കും പറഞ്ഞിട്ടില്ല. എവിടെയും ഇവിടെ ഉണ്ടാകുന്ന ക്രിമിനൽ കുറ്റങ്ങളിലൊക്കെ മുഹാജിറുകളുടെ കണ്ണ്, മുഹാജിറുകളുടെ കൈ ഞങ്ങൾ കാണുന്നുണ്ട് എന്ന് ഒരു അൻസാരിയും പരാതി പറഞ്ഞിട്ടില്ല. യുഹിബ്ബൂന മൻ ഹാജറ ഇലൈഹിം, ഈ കാലഘട്ടത്തിൻ്റെ മാതൃകയാണ് അൻസാരികൾ. വലാ യജിദൂന ഫീ സുദൂരിഹിം ഹാജത്തൻ മിമ്മാ ഊതു, അവർക്ക് നൽകിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. അവർക്ക് കുടുംബം നൽകി, വീട് നൽകി, താമസ സ്ഥലം നൽകി, ജോലി വേണമെങ്കിൽ ജോലി നൽകി. ഇതൊക്കെ നൽകിയിട്ടും അവരൊരിക്കലും ഈ കൊടുത്ത കാര്യത്തിൽ അവർക്കൊരിക്കലും പ്രയാസം തോന്നിയില്ല. എല്ലാം അവർ ഇഷ്ടത്തോടു കൂടി അവർക്ക് കൊടുത്തു എന്ന് മാത്രമല്ല, വയുസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ, അവർക്ക് നഷ്ടമേറ്റിട്ടും അവർക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടായിട്ടും അവർ മറ്റുള്ളവർക്ക് മുൻഗണന നൽകി, മുഹാജിറുകൾക്ക് മുൻഗണന നൽകി. അവർ നന്നായി ജീവിക്കട്ടെ, അവർ അള്ളാഹ്ക്ക് വേണ്ടി എല്ലാം ഉപേക്ഷിച്ചവരാണ്, അവർ ഞങ്ങളെക്കാൾ ഇതിന് അർഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് കൊടുക്കാനുള്ള മനസ്സ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ആയത്തിൻ്റെ അവസാനത്തെ വരിയിൽ പറയുന്ന അവരുടെ മനസ്സിനെ പറ്റിയാണ്. വമൻ യൂക ശുഹ നഫ്സിഹി ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, ആരെങ്കിലും മനസ്സിൻ്റെ പിശുക്കിൽ നിന്ന് രക്ഷപ്പെട്ടോ അവൻ വിജയിയാണ്. നമ്മളൊക്കെ മനസ്സിൻ്റെ പിശുക്കുമായി ജീവിക്കുകയാണ്. അൻസാരികളുടെ മനസ്സ് എന്ന് പറഞ്ഞാൽ അത് ലോകത്തെ ഏറ്റവും നല്ല മനസ്സാണ്. ആ മനസ്സ് ചരിത്രത്തിൽ ഉടനീളം നമ്മൾ കാണാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗലൽ ഹിജ്റതു ലകുന്തു ഇംറഅൻ മിനൽ അൻസാർ, ഹിജ്റ ഉണ്ടായിരുന്നില്ല എങ്കിൽ, ഹിജ്റ എന്ന് പറയുന്ന സൽക്കർമ്മം വലുതായിരുന്നു, ഏറ്റവും മഹത്തരമായിരുന്നില്ല എങ്കിൽ ലകുന്തു ഇംറഅൻ മിനൽ അൻസാർ, അൻസാരികൾ ഒരു മനുഷ്യനായി ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കും. അത്രയും ഫളല് അൻസാരികളിലെ ഒരു സാധാരണ മനുഷ്യരുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. എന്നിട്ട് നബി പറഞ്ഞു, വലൗ സലക്കൽ അൻസാറു ശിഅബൻ വാദിയൻ, അൻസാരികൾ ഏതെങ്കിലും ഒരു താഴ്വരയിൽ, ഏതെങ്കിലും ഒരു കുന്നിൻ്റെ ചെരുവിൽ പോയിട്ടുണ്ടെങ്കിൽ ഞാനും അവരോടൊപ്പം പോകാനും ജീവിക്കാനും ആഗ്രഹിക്കും. കാരണം അവരുടെ മനസ്സ് എന്ന് പറഞ്ഞാൽ, അവരെ കൂടെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു പ്രിവിലേജാണ്. വസലക്കന്നാസ് ശുഅബൻ വാദിയൻ ലസലക്തു സലക വാദിൽ അൻസാർ, ജനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പിരിഞ്ഞു, ഏതൊക്കെ നാട്ടിൽ പോയി ജീവിച്ചു. അപ്പോൾ അൻസാരികൾ ഒരു സ്ഥലത്ത് പോയി ജീവിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ആ സ്ഥലത്ത് പോയി ജീവിക്കും. കാരണം അത്രയും നല്ല മനുഷ്യന്മാരാണ്, അത്രയും നല്ല അയൽവാസികളാണ് അൻസാരികളെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. മറ അബൂബക്കർ വ അബ്ബാസ്, അബൂബക്കർ റളിയല്ലാഹു അൻഹു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ ഒരിക്കൽ നടന്നു പോകാണ് ഒരു മജ്ലിസിലൂടെ. ആ മജ്ലിസിലൂടെ നടന്നു പോകുമ്പോൾ അൻസാരികളിലെ ഒരു വിഭാഗം ഇരുന്ന് കരയാണ്. എന്തേ കാരണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മരിക്കാനായിട്ടുണ്ട്, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രോഗമുണ്ട്, അദ്ദേഹം മരിക്കുമോ എന്ന് ഞങ്ങൾ പേടിച്ചു പോകാണ്, അദ്ദേഹത്തിൻ്റെ മജ്ലിസിൽ ഇനി ഇരിക്കാൻ കഴിയില്ലല്ലോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രോഗം ബാധിച്ച സമയത്ത് അൻസാരികൾ പറയാണ്. ഇത് കേട്ടപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അബ്ബാസ് റളിയല്ലാഹു അൻഹു രണ്ടുപേരും പോയി പ്രവാചകനോട് പറഞ്ഞു. പ്രവാചകൻ
ഏറ്റവും പ്രയാസകരമായ ഘട്ടത്തിലൂടെ കടന്നു പോകുന്ന രോഗിയായി കടന്നു പോകുന്ന സമയത്ത് പോലും പ്രവാചകൻ ഇത് കേട്ടപ്പോൾ അൻസാരികളോടുള്ള ഇഷ്ടം കൊണ്ട് പ്രവാചകൻ അത് പറഞ്ഞിട്ടുണ്ട്, ഞാൻ അൻസാരികളെ ഇഷ്ടപ്പെടുന്നു. ആരൊക്കെ ഏതൊക്കെ മനുഷ്യന്മാരുടെ വിശ്വാസികളുണ്ട് അവരൊക്കെ അൻസാരികളെ ഇഷ്ടപ്പെടണം. പ്രവാചകൻ അദ്ദേഹത്തിൻ്റെ രോഗശയ്യയിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് മിമ്പറിൽ നിന്ന് പ്രവാചകൻ ഒരു ഖുത്ബ നടത്തി. അതിൽ പ്രവാചകൻ പറഞ്ഞു, ഉസീകും ബിൽ അൻസാർ, അൻസാരികളോട് നന്മ ചെയ്യണമെന്ന് ഞാൻ നിങ്ങൾക്ക് വസിയത്ത് ചെയ്യാണ്. ഫഇന്നഹും കറശീവ ഐബത്തി, അവരെൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മനുഷ്യന്മാരാണ്, എൻ്റെ രഹസ്യങ്ങൾ സൂക്ഷിച്ച എൻ്റെ കാര്യങ്ങൾ ചെയ്തു തന്ന മനുഷ്യന്മാരാണ്. വഖദ് ഖലഉല്ലദീ അലൈഹിം, അവർക്ക് എന്തൊക്കെ ബാധ്യത അല്ലാഹു ഒരുക്കി കൊടുത്തു ആ ബാധ്യതകളൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ നിർവഹിച്ച മഹാന്മാരാണവർ. വബഖിയല്ലദീ ലഹും, ഇനി അവർക്ക് വരാനിരിക്കുന്ന ബാധ്യതകൾ എന്തൊക്കെയുണ്ടോ അതിൻ്റെ കർത്തവ്യം പോലും അവർ നിർവഹിച്ചു കഴിഞ്ഞു. ഫഖ്വിലു മിൻ മുഹ്സിനിഹിം വതജാവസു അൻ മുസീഇഹിം, അവരിൽ നന്മ ചെയ്യുന്നവരെയൊക്കെ നിങ്ങൾ ആവേശത്തോടു കൂടി സ്വീകരിക്കുക. അവരിൽ എന്തെങ്കിലും വീഴ്ച വന്നു പോകുന്നവരുണ്ടെങ്കിൽ അവർക്ക് വിട്ടുവീഴ്ച ചെയ്യുക. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ അൻസാർ വലി അബ്നാഇൽ അൻസാർ വ അബ്നാഇ അബ്നാഇൽ അൻസാർ, അല്ലാഹു അൻസാരികൾക്ക് നീ പുറത്തു കൊടുക്കണേ, അവർക്ക് കരുണ ചെയ്തു കൊടുക്കണേ, അവരുടെ മക്കൾക്ക് കരുണ ചെയ്തു കൊടുക്കണേ, അവരുടെ മക്കളുടെ മക്കൾക്ക് കരുണ ചെയ്തു കൊടുക്കണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു. ലാ യുഹിബ്ബുൽ അൻസാറ ഇല്ലാ മുഅ്മിനുൻ, വിശ്വാസികളല്ലാതെ അൻസാരികളെ സ്നേഹിക്കുകയില്ല. വലാ യുബ്ഗിദുഹും ഇല്ലാ മുനാഫിഖുൻ, മുനാഫിക്കല്ലാതെ കപടവിശ്വാസിയല്ലാതെ അൻസാരികൾ വെറുക്കുകയില്ല. വമൻ അഹബ്ബഹും അഹബ്ബഹുല്ലാ, ആരെങ്കിലും അൻസാരികളെ സ്നേഹിച്ച അവൻ അല്ലാഹു അവനെ സ്നേഹിക്കും. വമൻ അബ്ഗളഹും അബ്ഗളഹുല്ലാ, അല്ലാഹു സുബ്ഹാനഹു വ തആല അൻസാരികളെ വെറുക്കുന്നവരെ വെറുക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അപ്പം അത്രയും ശ്രേഷ്ഠത അൻസാരികൾക്കുണ്ട് എന്നുള്ളത് നമ്മൾ കാണാണ്. കാരണം എന്താണ്, ഇസ്ലാം ഒരു ന്യൂനപക്ഷമായിരുന്ന സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ ഗോത്രത്തോടും ഓരോ സമൂഹത്തിൻ്റെ അടുത്ത് ചെന്നിട്ട് എന്നെ ആരെങ്കിലും ഒന്ന് അഭയം നൽകുമോ, എനിക്ക് അള്ളാഹുവിൻ്റെ റിസാലത്ത് സന്ദേശം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാനാണ് എന്ന് പറഞ്ഞിങ്ങനെ അലഞ്ഞു തിരിഞ്ഞിരുന്നൊരു സമയമുണ്ട്. ആ സമയത്ത് 500 കിലോമീറ്റർ അപ്പുറമുള്ള ഒരു രാജ്യക്കാർ രഹസ്യമായി വരാണ്. വന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്ദേശം കേൾക്കാണ്. അവരവിടെ വെച്ച് ബൈഅത്ത് ചെയ്യാണ്. ബൈഅത്ത് ചെയ്യുമ്പോൾ പ്രവാചകനോട് ചോദിച്ചു, ഞങ്ങൾ എന്താ ബൈഅത്ത് ചെയ്യേണ്ടത്, എന്താണ് ഞങ്ങൾ കരാറ് ചെയ്യേണ്ടത്? പ്രവാചകൻ പറഞ്ഞു, ഉബായുക്കും അലാ തംനഊനി മിമ്മ തംനഊന മിൻഹു അൻഫുസകും വനിസാഉകും വഅബ്നാഉകും, നിങ്ങളുടെ സ്വന്തത്തെ, നിങ്ങളുടെ മക്കളെ, നിങ്ങളുടെ ഭാര്യമാരെ അവരൊക്കെ എങ്ങനെ സംരക്ഷിക്കോ അതുപോലെ പ്രൊട്ടക്റ്റ് ചെയ്യണം ഞങ്ങളെ എന്ന് പറഞ്ഞപ്പോൾ അൻസാരികൾ, ഞങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യാം, ഞങ്ങൾ അതിന് തയ്യാറാണ്, ഞങ്ങളെങ്ങനെ ഞങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു, ഞങ്ങളുടെ മക്കളെങ്ങനെ ഞങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു അതുപോലെ പ്രവാചകരെ നിങ്ങൾ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞു. എന്നിട്ട് അവർ തിരിച്ചു ചോദിച്ചു, റസൂലുള്ളാഹ് ഞങ്ങൾക്കെന്താ തിരിച്ചുള്ളത്, ഞങ്ങൾക്കെന്താ തിരിച്ച് നിങ്ങൾ തരിക, ഞങ്ങളെ രാജാക്കന്മാരാക്കോ, ഞങ്ങളെ നേതാക്കളാക്കോ, ഞങ്ങളെ ആ സമൂഹത്തിലെ ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ വലിയ വലിയ ആളുകളാക്കോ, അങ്ങനെ ഒന്നുമല്ല അവരുടെ ആഗ്രഹം. അവർ ചോദിച്ചു, ഞങ്ങൾക്കെന്താ തിരിച്ചു കിട്ടുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ ഒന്നുമില്ല, ഒരു ഓഫറും പറയാനില്ല. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, അൽ ജന്ന, ഞങ്ങൾക്ക് സ്വർഗ്ഗം ഉണ്ടായിരിക്കും. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്കത് മതി, ഞങ്ങൾക്കത് മതി. അവർ കൈ നീട്ടി, അവർ കൈ കൊടുത്തുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായി മദീനയിൽ കരാറ് ചെയ്യുകയാണ്. അങ്ങനെയാണ് ഇസ്ലാം വളർന്നത്. ആ സഹായം നൽകിയ അൻസാരികൾ ബദർ യുദ്ധത്തിൻ്റെ സമയത്തും കാണാം, മുസ്ലിങ്ങളെല്ലാവരെയും വധിക്കാൻ വേണ്ടി മറ്റു സമൂഹത്തിൽ നിന്ന് വരുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻസാരികളോട് അന്വേഷിക്കുന്നുണ്ട്. മദീനയിൽ മാത്രം സംരക്ഷിക്കാനാണ് കരാറ്, അതിന് പുറത്ത് ആണ് ബദർ യുദ്ധം നടക്കാൻ പോകുന്നത്. എന്താണ് അൻസാരികളെ നിങ്ങളുടെ അഭിപ്രായം? സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിൻ്റെ റസൂലേ, നിങ്ങൾ ഞങ്ങൾക്ക് വന്നത് സത്യവും കൊണ്ടാണ്, നിങ്ങളൊരു അധികാരം കൊണ്ടുവന്നതല്ല, ഒരു രാഷ്ട്രീയ ഉടമ്പടിയല്ല നമ്മൾ തമ്മിൽ നടത്തിയത്, ഞങ്ങൾ നിങ്ങളെ വിശ്വസിച്ചതാണ്, നിങ്ങൾ അല്ലാഹുവിൻ്റെ റസൂലാണെന്ന് വിശ്വസിച്ചവരാണ്, നിങ്ങൾ കൊണ്ടുവന്നതെല്ലാം സത്യമാണെന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ. അതുകൊണ്ട് ഒരു സമുദ്രത്തിലേക്ക് ഞങ്ങൾ നയിച്ചാലും അവിടേക്ക് വന്ന് ചാടാൻ ഞങ്ങൾ തയ്യാറാണ്. നിങ്ങളുടെ കണ്ണിനെ കുളിർക്കുന്നത് മാത്രമേ ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് നിങ്ങൾ കാണുകയുള്ളൂ. ഫസുർ അല ബറക്കത്തില്ല, അള്ളാഹുവിൻ്റെ ബറക്കത്ത് കൊണ്ട്, അനുഗ്രഹം കൊണ്ട് നിങ്ങൾ പോയിക്കോളൂ, എന്തും ചെയ്തോളൂ, ഞങ്ങൾ പിന്നിലുണ്ടാകും. മക്കം ഫതഹിന് ശേഷം സാമ്പത്തികമായി അള്ളാഹുവിൻ്റെ റസൂൽ മക്കക്കാരൊക്കെ സഹായിക്കുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ അൻസാരികൾ ചില ആളുകൾ പറഞ്ഞു, ലഖദ് ലഖിയ റസൂലുള്ളാഹി ഖൗമഹു, അള്ളാഹിൻ്റെ റസൂൽ തൻ്റെ സമൂഹത്തിലെത്തിയിരിക്കും, തിരിച്ച് മക്കയിൽ തന്നെ എത്തി, ഖുറൈശികളോടൊപ്പമായി, ഇനിയിപ്പോൾ നമ്മളൊപ്പം ഉണ്ടാവുമോ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ തങ്ങുമോ എന്നൊക്കെ പേടി അവർക്കുണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ തർളൂന യാ മഅ്ശറൽ അൻസാർ, അൻസാരികളെ നിങ്ങൾക്ക് മതിയായില്ലേ, എന്നെ കൊണ്ടുപോകുക,
ജനങ്ങളൊക്കെ പലതും കൊണ്ടുപോകുമ്പോൾ എന്നെയും കൊണ്ടുപോകുന്നതിൽ നിങ്ങൾക്ക് മതിയാവുകയില്ലേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയും അവർ സന്തോഷിക്കുകയും ചെയ്തു എന്ന് നമ്മൾക്ക് കാണാൻ സാധിക്കും. നബിയുടെ മരണശേഷം ആരധികാരിയാകും, ആരെ ഖലീഫയാക്കും? അവരുടെ നാടാണ്, മദീനയിലെ നാടാണ്. ഇവിടെ വിദ്യാഭ്യാസ മന്ത്രി ഏതെങ്കിലും ഒരു ന്യൂനപക്ഷത്തിൽ നിന്ന് വിദ്യാഭ്യാസ മന്ത്രിയായ പ്രശ്നം ഉണ്ടാക്കുന്നതാണ് ഈ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ പോലും പറഞ്ഞത്. നിങ്ങൾ നോക്ക്, മദീനയിൽ അൻസാരികളുടെ നാട്ടിൽ ആരാണ് ഖലീഫയാകേണ്ടത് എന്ന ചർച്ച നടന്നു. അൻസാരികൾ പറഞ്ഞു, മിന്നാ അമീറുൻ വമിൻകും അമീർ, ഞങ്ങളിൽ നിന്നൊരു അമീർ ഉണ്ടായിക്കോട്ടെ, നിങ്ങളിൽ നിന്നൊരു അമീർ ഉണ്ടായിക്കോട്ടെ. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അങ്ങനെ ഒരു രാഷ്ട്രം നടക്കൂല. ഒരു രാഷ്ട്രത്തിന് ഭദ്രതയുണ്ടാകണമെങ്കിൽ അതിൽ ഏറ്റവും ശ്രേഷ്ഠരും ഏറ്റവും അധികാര കഴിവുമുള്ളവരായിരിക്കണം രാജാധികാരം ഏറ്റെടുക്കേണ്ടത്. അതുകൊണ്ട് അതിന് ഏറ്റവും അർഹതപ്പെട്ടവർ ഖുറൈശികളാണ്. അൽ അഇമ്മത്തുൽ ഖുറൈശ്, ഖുറൈശികൾ നേതാക്കളാക്കിയാലേ അറബികൾക്ക് അനുസരണ ബോധം ഉണ്ടാവുകയുള്ളൂ. അൻസാരികൾ അത് അംഗീകരിച്ചു. അങ്ങനെയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന ഒരു വേറെ രാഷ്ട്രത്തിൽ നിന്ന് വന്ന, വേറെ നാട്ടിൽ നിന്ന് വന്ന ആൾ ഖലീഫയാകുന്ന. അവരുടെ മനസ്സ് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, എത്ര ഉദാരമായ മനസ്സ്. വമൻ യൂഖ ശുഹ നഫ്സിഹി, മനസ്സിൻ്റെ പിശുക്കില്ലാത്ത മനുഷ്യന്മാർ, ലോകത്തെ ഏറ്റവും നല്ല മനസ്സുള്ളവർ അത് യമനുകാരാണെന്ന് ഹദീസ് നമ്മൾ കേട്ടിട്ടുണ്ട്. ചില ആളുകൾ തെറ്റിദ്ധരിച്ച് അത് യമനാണ്, ഇന്നത്തെ രാഷ്ട്രമായ യമനാണ് പ്രവാചകൻ പറയുന്നതെന്ന്. അതിൻ്റെ ശറഹ് നിങ്ങൾ എടുത്തു നോക്കിയാൽ അതിൽ ഭൂരിഭാഗം ആളുകൾ പറയുന്നത്, പണ്ഡിതന്മാർ പറയുന്നത് അത് മദീനയാണ്. മദീനയിലെ മനുഷ്യന്മാരുടെ മനസ്സാണ് ഏറ്റവും നല്ല മനസ്സ്. അവിടുത്തെ ഹിക്മത്ത്, അവിടുത്തെ അറിവാണ് ഏറ്റവും നല്ല ഹിക്മത്ത്. ഇന്ന് ചില ആളുകളൊക്കെ നാട്ടിൽ നിന്ന് ആളുകളെ വിദ്യാർത്ഥികളൊക്കെ നാട്ടിൽ നിന്ന് ഹിജ്റ ചെയ്തിട്ട് യമനിൽ പോയി പഠിക്കുന്നവരുണ്ട്. ആ ഹദീസ് കൃത്യമായി മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. ഹദീസിൽ പറയുന്നത് മദീനക്കാരെ പറ്റിയാണ്. മദീനക്കാരെ മനസ്സ്, കക്ഷിത്വമില്ലാത്ത മനസ്സ്, പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ കാരണങ്ങൾ നോക്കി, ഭിന്നിപ്പിന് കാരണങ്ങൾ നോക്കി നടക്കുന്ന കാലത്ത് അൻസാരികൾ നമുക്ക് മാതൃകയാണ്. വീട്ടിലൊരു അതിഥി വന്നാൽ അന്യത്വബോധം അവരുണ്ടാക്കാതെ, അവൻ അന്യനായി കാണാതെ, ആരെങ്കിലും അല്ലാഹുവിലും റസൂലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ സ്വന്തം അതിഥിയോട് ആദരവ് കാണിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. സ്കൂളിൽ, കോളേജിൽ പുതിയ വിദ്യാർത്ഥി വരും, പുതിയ സഹപ്രവർത്തകർ വരും, നമ്മളെ ഓഫീസിൽ പുതിയ സഹപ്രവർത്തകർ വരിക. അവരോടൊക്കെ എങ്ങനെയാണ് നമ്മളുടെ പെരുമാറ്റം? അവരൊക്കെ അന്യരായി കാണുകയും കക്ഷിത്വം ഉണ്ടാക്കുകയും ചെയ്യുന്നവരാണോ നമ്മൾ? പല സ്കൂളുകളിലും പുതിയ വിദ്യാർത്ഥികൾ വരുമ്പോൾ അവരുടെ മേൽ റാഗിങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അവർ അന്യരാണ്, അവർ വേറൊരു കക്ഷിയാണ് എന്ന് കാണുന്ന മനസ്ഥിതി നമ്മളിൽ വളരല്ലേ. സഹപ്രവർത്തകരുടെ ഇടയിൽ കക്ഷിത്വം സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിക്കുക. അവർ വേറെ നാട്ടുകാരനാണ്, വേറെ ഭാഷക്കാരനാണ്, വേറെ സംസ്കാരമുള്ളവനാണ് എന്ന കക്ഷിത്വം. മാർക്കറ്റിൽ പുതിയ കച്ചവടക്കാരൻ വന്നാൽ അവനെ എങ്ങനെയെങ്കിലും ഈ നാട്ടിൽ നിന്ന്, ഈ മാർക്കറ്റിൽ നിന്ന്, ഇവിടുത്തെ കടയിൽ നിന്ന് ഓടിക്കണമെന്ന ചിന്ത. അയൽവക്കത്തൊരു മനുഷ്യൻ വന്നു കഴിഞ്ഞാൽ ആ മനുഷ്യരെ അന്യരായി കാണുന്ന പഴയ അയൽവാസികളൊക്കെ അയാൾക്കെതിരെ ഒരുമിച്ച് കൂടുന്ന അവസ്ഥ നമ്മുടെ നാട്ടിലില്ലേ? സംഘടനയിൽ പുതിയ നേതൃത്വം വന്നാൽ ഇത്ര കാലം ഭരിച്ചിരുന്നവരെവിടെ? അവർ വരട്ടെ, ഇവരാരാണ് എന്ന് ചോദിക്കുന്ന അവസ്ഥ. ഏതെങ്കിലും ഒരു പള്ളി കമ്മിറ്റിയിൽ പുതിയ അംഗം വന്നാൽ അയാളെ എന്തിനു ഉൾപ്പെടുത്തിയെന്ന് കക്ഷിത്വം സൃഷ്ടിക്കുന്ന അവസ്ഥ. കുടുംബത്തിൽ ഒരു അംഗം പുതുതായി വന്നാൽ, ഒരു പെൺകുട്ടി കയറി വന്നാൽ അയാൾക്കെതിരെ, ആ അംഗത്തിനെതിരെ ബാക്കിയുള്ളവരെല്ലാം ഒരുമിച്ച് കൂടുന്ന അവസ്ഥ. ഇതൊക്കെ കക്ഷിത്താണ്. ഈ കക്ഷിത്വത്തിനെതിരെയുള്ള മാതൃകയാണ് നമ്മൾ യഥാർത്ഥത്തിൽ കാണുന്നത്. എന്തെങ്കിലും കാരണം പറഞ്ഞ് ഭിന്നിപ്പുണ്ടാക്കുകയും ആളുകളെ ചേരിതിരിവ് ഉണ്ടാക്കുകയും ചെയ്യുന്ന അവസ്ഥ യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിക്ക് അനുകൂലമായ, അഭിലഷണീയമായ കാര്യമല്ല എന്ന് അൻസാരികൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള ഭിന്നിപ്പിൽ നിന്നും കക്ഷിത്വത്തിൽ നിന്നും എല്ലാം രക്ഷപ്പെടുന്ന വിശ്വാസികളിൽ നമ്മളേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. കുറച്ച് കാലം മുമ്പ് ഒരു ഉംറ ചെയ്യാൻ വേണ്ടി ഒരു സ്ഥലത്ത് പോയപ്പോൾ അവിടെ നിന്ന്, ആ സ്ഥലത്ത് നിന്ന് കയറുന്ന സമയത്ത് 2 ഉംറ സർവീസുകൾ, ഒരേ ആദർശക്കാർ, ഒരേ വിശ്വാസക്കാർ, എല്ലാത്തിലും ഒരേപോലെയുള്ള ആളുകളാണ് ഈ സ്ഥലത്ത് നിന്ന് കയറുന്നത്. പക്ഷേ 2 ഉംറ സർവീസുകളാണ്. ആ ഉംറ സർവീസിൽ നിന്ന് ഒരു ബസ്സിൽ കയറിയ മുതൽ ഉംറ എന്ന് പറയുന്ന ഏറ്റവും വലിയ സൽക്കർമ്മം ചെയ്യാൻ പോകുന്ന ആളുകൾ തമ്മിൽ പ്രശ്നമാണ്. ഞങ്ങളുടെ അമീർ പ്രസംഗിക്കണം, ഇവർ ഞങ്ങൾക്ക് സീറ്റ് തരുന്നില്ല, ഇവരുടെ സീറ്റ് ഇവിടെ അല്ലല്ലോ, ഇവരിരുന്നിരുന്നത് വേറെ സ്ഥലത്തല്ലേ. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഈ ഇത്തരം മഹത്തരമായൊരു കാര്യത്തിന് വേണ്ടി പോകുമ്പോൾ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി പോലും ഭിന്നതക്കുള്ള, കക്ഷിത്വത്തിനുള്ള കാരണം കണ്ടെത്തുന്ന ഈ കാലഘട്ടത്തിൽ അൻസാരികളുടെ മനസ്സുണ്ടാകാൻ,
ലോകത്തെ ഏറ്റവും നല്ല മനുഷ്യന്മാരുടെ മനസ്സുണ്ടാകാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ സാധിക്കാനുള്ള ഒരു സന്ദേശം ഈ ഹിജ്റയിലൂടെ നമുക്ക് നൽകേണ്ടതുണ്ട്, നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. എന്ന് മാത്രമല്ല, നമുക്ക് ഈ വരുന്ന ദിവസം നമുക്കറിയാം, മുഹറത്തിൽ 9, 10 ആശൂറ, തസ്വ നോമ്പുകൾ ഈ ജൂൺ വരുന്ന 28, 29 തീയതികളിലാണുള്ളത്. അഫ്ളലു സ്വലാത്തി ബഅദൽ മക്തൂബ അസ്വലാത്തു ഫീ ജൗഫിൽ ലൈൽ, നമസ്കാരത്തിൽ നിർബന്ധ നിസ്കാരത്തിന് ശേഷം ഏറ്റവും മഹത്തരമായ നിസ്കാരം എന്ന് പറഞ്ഞാൽ രാത്രിയുടെ അന്ത്യയാമത്തിലുള്ള നിസ്കാരമാണ്. ഏറ്റവും നല്ല നോമ്പ് റമളാൻ മാസം കഴിഞ്ഞാൽ അത് മുഹറം മാസത്തിൽ നിങ്ങൾ നോൽക്കുന്ന നോമ്പാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിക്കൊണ്ട് ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്ന് മാത്രമല്ല, ആശൂറ നോമ്പിൻ്റെ മഹത്തമായി പ്രവാചകൻ പറഞ്ഞു, ഒരു വർഷത്തെയും കഴിഞ്ഞുപോയ വർഷത്തെ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. പ്രവാചകൻ ജൂതന്മാർക്കെതിരായിക്കൊണ്ട് ആശൂറാവും അതിൻ്റെ തലേ ദിവസമോ അല്ലെങ്കിൽ പിറ്റേ ദിവസമോ നോമ്പ് നോൽക്കുക എന്ന സുന്നത്തും നമുക്ക് പഠിപ്പിച്ചതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു നോമ്പ് അത് നോൽക്കാനും അതിൻ്റെ പ്രതിഫലം നമുക്ക് നേടിയെടുക്കാനും സാധിക്കട്ടെ. അതിന് നമ്മളേവരും തയ്യാറാകുക. നമ്മളുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ രഹസ്യവും പരസ്യവുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമുക്ക് മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ള വിശ്വാസിനികൾക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മെയും അവരെയും അള്ളാഹുവിൻ്റെ സ്വർഗ്ഗപൂങ്കാവനത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. പട്ടിണി മൂലം, ദാരിദ്ര്യം മൂലം, കടങ്ങൾ മൂലം, രോഗങ്ങൾ മൂലം ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന എല്ലാ വിശ്വാസികൾക്കും അള്ളാഹു ശമനവും സൗഖ്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അള്ളാഹു ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളുടെ ഈ പള്ളിയുമായി ബന്ധപ്പെട്ട പരിപാലനവും നിർമ്മാണവും അതിനുവേണ്ടി ഒരുപാട് സേവനങ്ങൾ അർപ്പിച്ച സഹോദരൻ, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് അള്ളാഹു തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പള്ളിയുടെ നടത്തിപ്പും സേവനവും ഇപ്പോഴും നിർവഹിച്ചിരുന്നതുമായ സത്യവിശ്വാസികൾക്ക് അള്ളാഹു പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിൽ ഹാജാത്ത് റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ നസീനാ വഖ്തഅനാ ربنا ولا تحمل علينا إصرا كما حملته على الذين من قبلنا ربنا ولا تحملنا ما لا طاقة لنا به واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين 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 برحمتك يا أرحم الراحمين.